ആ രാംകുമാർ വെളുപ്പാങ്കാലത്ത് ഓടാൻ പോയില്ലേ? അപ്പൊ നിങ്ങൾ വിളിച്ചാണല്ലോ, അപ്പൊ പോയിക്കൂടായിരുന്നോ കൂടെ? അയാൾക്ക് ഭ്രാന്ത്. നേരെ പരവരെ വിളിച്ചു ഓടാൻ പോകണം. വെളുപ്പാങ്കാലത്തല്ലേ ഓടാൻ പോകേണ്ടത്, പിന്നെ നട്ടുച്ചയ്ക്കാണോ? പണിയില്ല. മോയ് ചാരടിയാ അതിലെ മക്കളെ, ഒരു 5 മിനിറ്റാ. ഞാൻ ഒരു കാര്യം പറയാം. പുറത്ത് വെയിലടിക്കുന്നവരെ സ്വഭാവം നിർത്തിക്കണം. നാളെ രാവിലെ പാല് വാങ്ങിക്കാൻ വെക്കണം. പോയാ മതി. ഞാൻ പോയി പറ്റൂലെന്ന്. ഞാൻ പോണം നോക്കി രാംകുമാർ ഇരിക്കും ഓടാൻ വിളിക്കാൻ വേണ്ടി. പോണം അങ്ങനെങ്കിൽ ഈ വയറെന്ന് പറയട്ടെ. ഒറ്റ കഴിച്ചിട്ട് ഈ വയറ് ഈ ജന്മം മുഴുവൻ ഓടിയാലും കുറയാൻ പോകില്ല. ഞാൻ കുറച്ച് കാണിച്ചു തരാം. അയ്യോ ആര്? നോക്കിയത്. ഹലോ രാംകുമാറേ. അയ്യോ എപ്പോ ആണോ? അവിടെ നിന്നോ? അനങ്ങല്ലേ? എന്ത് പറ്റി രാംകുമാർ? രാംകുമാരോട് അത്യാവശ്യം വിളിക്കാം. പിന്നെ അയ്യോന്ന് വെച്ചതോ? അയ്യോ വിളിച്ചത് അയ്യോ വിളിച്ചല്ലേ വിളിച്ചാണ്. ഇങ്ങനത്തെ ഒരു അയ്യോ ഇല്ല. ഞാൻ പോട്ട് ഇതുണ്ടല്ലോ അമ്മ. ഇതുണ്ടല്ലോടാ. അയ്യോ അത്ര ശരിയല്ല. അതെ. പോയിട്ടൊക്കെ വരട്ടെ. ചായ വേണ്ട നിനക്ക്? വേണം. മമ്മി വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നു മമ്മി. ഞാൻ കമ്പനിയിലേക്ക് വന്നാലോ? അങ്ങനെ MBA ഇല്ലാത്ത ആരും കമ്പനി കയറ്റാൻ പറ്റില്ല. അത് MBA എഴുതിയെടുക്കും. അപ്പൊ കമ്പനിയിലുള്ള എല്ലാവർക്കും MBA ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവരാരും വീട്ടിൽ കള്ളം പറയത്തില്ല. MBAക്ക് ജയിച്ചെന്ന് പൊട്ടിയിട്ട് കള്ളം പറയത്തില്ല. മമ്മി, കള്ളം പറയുന്നത് മാനുഷികം, അത് ക്ഷമിക്കുന്നത് ദൈവികം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാര് പറഞ്ഞു? ആരോ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിവരമുള്ളവരുടെ വീട്ടിൽ ആരും MBA പൊട്ടിയിട്ട് കള്ളത്തിന് പണ്ടുണ്ടാവില്ല. ഒരു കാര്യം സിമ്പിളായിട്ട് പറയാനുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? അതെ, ഓടാൻ പോയ രാംകുമാറിനെ പട്ടി ഓട്ടിച്ചിട്ട് കടിച്ച്. ഇത്ര വിളിക്കുള്ള കടിയുണ്ടോന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും എക്സിബിഷൻ നടക്കണ. ഒരു രാംകുമാർ പറഞ്ഞു ഒരു വെള്ളം മുണ്ടെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ വെള്ളം മുണ്ടെടുക്കണ്ട, വെള്ളം മുണ്ടെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. പെട്ടെന്ന് സീരിയസ് ആണ്. നിങ്ങൾ ആരെടുത്തോട്ടോ? അവിടെ ഒരു പട്ടിയടി കൊണ്ട് ഒരു മനുഷ്യൻ കിടന്ന് പെടാപാട് പോലെയാണ്. കടി ഏത് ഇനത്തിലുള്ള കടിയെന്ന് പറയാൻ പറ്റില്ല. എവിടെയാണ് കടി നമുക്ക് കറക്റ്റ് ഇപ്പം നിശ്ചയമില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കടിയാണെന്ന് അറിയത്തില്ല. അവിടെ ഞാൻ എന്നെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ കണ്ട് പോയ ശേഷം കടി ഏതാണെന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾ വിളിക്കാം. നിങ്ങൾ കടി കാണാൻ വന്നാൽ മതി. പെട്ടെന്ന്. അയ്യോ ഉണ്ടില്ലേ? റാം പോയില്ല. കടിയുണ്ട്. ഉണ്ടവിടെ പോട്ടാ. നിങ്ങളിപ്പം പറഞ്ഞോ, ഞാൻ ഇവിടെ നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. ശരി. അയ്യോ മോളെ, എന്ത് പറ്റി പപ്പയ്ക്ക്? അയ്യോ നീ പേടിക്കണ്ട. ചെന്നോട്ടൻ കടി എവിടെ കിട്ടിയെന്ന് വിളിച്ച് പറയാം. അയ്മോ വിഷമിച്ചിരിക്കാ? വിഷമിക്കണ്ടെന്നേ. കണ്ണീ കൊള്ളാനുള്ളത് പിരുവത്തോണ്ടെന്ന് വിചാരിച്ചാ മതി. പട്ടിയുടെ കടി പിരിയത്തിലാണോ അതോ വേറെ എവിടെയെങ്കിലാണോ കൊണ്ടുവന്ന് ആര് കണ്ടു? രാഘവങ്ങളുടെ ജീവൻ കിട്ടിയത് ഭാഗ്യം. റാമിനാണെങ്കിൽ പെറ്റ്സിന് ഒന്നും ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം പട്ടീനെ വളർത്തുന്നത്. മമ്മി, സോഫിയ ആന്റിയുടെ മോടെ എൻഗേജ്മെന്റ് നാളെയല്ലേ? അപ്പൊ പപ്പ പട്ടി അടിച്ചോണ്ട് അതിന് പോകാൻ പറ്റുമോ? എന്തോന്നാണ് എന്റെ ദിയ, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലല്ലോ. നിനക്ക് ആന്റിയുടെ മോൾ കല്യാണമാണോ വലുത്, എൻഗേജ്മെന്റ് ആണോ വലുത്, അതോ പിന്നെ പപ്പക്ക് പട്ടി അടിച്ചാണോ? അയ്യോ, എനിക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. പപ്പ ഇന്നലെ രാത്രി കിടന്ന് എൻഗേജ്മെന്റിന് പോണെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആക്കി സംസാരിച്ച്. എന്റെ ചേച്ചി, അങ്കിളൊന്ന് നേരെ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്, എന്നിട്ട് തീരുമാനിക്കാം അടിയന്തരത്തിന് പോകണോ എൻഗേജ്മെന്റിന് പോകണോന്ന്. കേശു ശരി, ഇനിയിപ്പം റാംകുമാരങ്ങൾ വന്നില്ലെങ്കിൽ റാംകുമാരുടെ അവസാനത്തിൽ ഞങ്ങളെല്ലാം കൂടെ വരാം പോരെ? അതും വേറെയാണ്. ശരി, കഴിഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവരും കൂടെ കുത്തിയിരിക്കാതെ അങ്ങോട്ട് പോയാലോ, ഹോസ്പിറ്റലിലോട്ട് പോയാലോ? ബാലു വിളിച്ചല്ലോ, ചിലപ്പോ ഉച്ചക്ക് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. വന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയാ പോരെ? ബാല് പറഞ്ഞോണ്ടാണ് നീലും ഞാൻ പോവാന്ന്. എനിക്ക് റാമിനെ കാണാണ്ട് നിൽക്കാനും പറ്റുന്നില്ല. മക്കളെ, പപ്പ പറഞ്ഞ സമയമായത് മോളെ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പൊടി ഉണ്ടാവും. അല്ല, വാട്ടർ ബെഡ് വല്ലതും മേടിക്കേണ്ടി വരുമോ? എത്ര നാള് കിടക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കേശു, നിന്നെ വായന്ന് അടച്ചു വെക്കടാ. പട്ടികടിയില്ലമ്മ കൊണ്ടേ പറയാൻ പറ്റത്തില്ല. ഇവരെ കൊണ്ടുവന്നേ. അത് പിന്നെ എന്തെങ്കിലും ഒരു ദുർഘടാവസ്ഥ വരുമ്പോഴാണല്ലോ ചേച്ചി ഞങ്ങൾ ബന്ധുക്കളൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ. കേശു, നീ വാ തുറക്കണ്ട, മിണ്ടാതിരിക്കി. ഇനി നീ ആശ്വസിപ്പിക്കാൻ നിന്റെ വാ തുറന്ന ടാറൊഴിക്കുമ്പോ അവരൊഴിക്കും. സ്വന്തം പപ്പ പട്ടിടി കൊണ്ട് ഹോസ്പിറ്റൽ. ഇത്രയും വയലൻസ് ഒന്നും പറയാതെ
നീ എന്നോട് പറഞ്ഞില്ലടാ മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ. ഇല്ല 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 മിണ്ടി. അയമ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുതരാം. രാവിലെ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞതാ നല്ല വെള്ളാപ്പവും മുട്ടക്കുറുമ ഉണ്ടാക്കി വെക്ക്, ഞാൻ വന്നിട്ട് ചൂടോട് കഴിക്കാന്ന്. അങ്ങനെ പറഞ്ഞ ആളാ പട്ടിക്ക്. ഇതിപ്പോ ആളിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പട്ടി കടിച്ചെന്നല്ലേ ഉള്ളൂ. അത് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോ അങ്ങ് മാറൂലേ. എന്നിട്ട് ആന്റി വെള്ളയപ്പം മുട്ടക്കുറുമ ഉണ്ടാക്കി. അതൊന്നും നിനക്ക് വേണോ? എനിക്കല്ലെന്ന് അങ്കിൾ വരുമ്പോ അങ്കിളിന് കൊടുക്കാനാ. ചേട്ടാ ഇത് വലിയ കഷ്ടമല്ല. അമ്മ നമുക്ക് പോയി ഓരോ കിലോ ആപ്പിൾ ഓറഞ്ചൊക്കെ മേടിച്ചോണ്ട് വന്ന് വെക്കണ്ടേ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വരുമ്പോ. അമ്മ ഞാനേ ഇവനെ കൊണ്ട് വീട്ടിലോട്ട് പോട്ടെ കേട്ടാ. നീലു എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് തരാൻ. കുഴപ്പമൊന്നും ഉണ്ടാവൂലായിരിക്കുമല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ബാലു വിളിച്ചല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വരുമായിരിക്കും. ആ പിന്നെ വരും. സമാധാനമില്ല. പോയിട്ട് വരട്ടെ അയമാന്നാ. ഇരിക്കുന്നേ പിന്നെ പോവാം. സമാധാനം. ഒന്ന് കഴിക്കട്ടെ നിങ്ങക്ക്.